ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വൈകി വന്ന വ്ളോഗെന്നോ മറ്റോ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്ന ഫ്രൂട്ട് നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതാവും. കാരണം നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും ഒക്കെ വിദേശത്തേക്കും വിദേശ ജനസുകളെ നാട്ടിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന കാലമാണുള്ളത്. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിന് മോൾക്ക് സ്കൂളിൽ നിന്നും കിട്ടിയ അബിയു എന്ന ഫലവൃക്ഷ തൈയാണിത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നടാൻ എടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും നല്ല മഴയായിരുന്നു. മഴയ്ക്ക് ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ തൈ നടാനൊരു ശ്രമം നടത്താം. തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശങ്ങളാണ് ഈ ഫലവൃക്ഷ തൈയുടെ ജന്മദേശമായിട്ട് പറയുന്നത്. 10 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരുന്ന അബിയു വൃക്ഷത്തിൽ കാഴ്ചയിൽ മുട്ടപ്പഴത്തിന് സമാനമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. സപ്പോട്ടയുടെ അതുമല്ലെങ്കിൽ കരിക്കിന്റെ സ്വാദിനോട് സാദൃശ്യമുള്ള ക്രീം ജെല്ലിയാണ് അബിയു ഫ്രൂട്ടിനകത്ത് ഉള്ളത്. വളരെ പോഷക സമ്പൂർണമായ അബിയു ഫ്രൂട്ട് വൈറ്റമിൻ എ, വൈറ്റമിൻ B3, വൈറ്റമിൻ സി, കാൽഷ്യം, ഫോസ്ഫറസ്, ഫൈബറുകൾ എന്നിവയുടെ പ്രധാന കലവറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണെന്ന് കരുതാം. വർഷം മുഴുവനും ഈർപ്പമുള്ളതും മിതമായ ചൂടുള്ളതുമായിട്ടുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ വളരെ നന്നായി വളരുന്ന അബിയുവിന് പല രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളാണുള്ളത്. യെല്ലോ സ്റ്റാർ ആപ്പിൾ, കൈമിറ്റോ, അമാരില്ലോ, ലുമ, ടെമാരെ, അലാസ എന്നിങ്ങനെ പല തരത്തിലുണ്ട് പേരുകൾ. വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് അബിയുവിനായിട്ട് സ്ഥാനം കണ്ടിട്ടുള്ളത്. മറ്റു സാധനങ്ങളൊക്കെ ചോലയുടെ ശല്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് മുൻവശത്ത് തന്നെ ആവട്ടെ എന്ന് കരുതി. നല്ല പാക്കറ്റൊക്കെ പൊട്ടിച്ചു. അത് കൊണ്ടുവന്ന ആളെ കൊണ്ട് തന്നെ നടിയിക്കാന്നാണ് കരുതുന്നത്. ഇപ്പോൾ കാണാം, മോളാണ്, കൃഷ്ണേന്ദു, 7ാം ക്ലാസ്സുകാരിയാണ്. കടയിരിപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം. നമ്മളിവിടെ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല, കുഴിയെടുത്ത് നട്ടു എന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഫലവൃക്ഷ തൈകൾക്ക് സാധാരണ ഇതിൽ എന്ത് വളമാണ് ചേർക്കുക എന്നുള്ളത് അത് ചെയ്ത് പരിചയമുള്ളവർ, ചെയ്യുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ പരിസ്ഥിതി ദിനത്തിന് കിട്ടിയ കുഞ്ഞിത്തൈ നമ്മളിവിടെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് കുറിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളും മികച്ച നിർദ്ദേശങ്ങളും കൂടുതൽ നല്ല നല്ല കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. അപ്പോൾ പുതിയൊരുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.